മലയോര മേഖലയിൽ ഓണം വിപണി ലക്ഷ്യമാക്കി ചാരായവാറ്റ് കേന്ദ്രങ്ങളും വ്യാജമദ്യ നിർമ്മാണവും വർദ്ധിക്കുന്നു. പരിശോധന ഊർജിതമാക്കി എക്സൈസ് വകുപ്പ്. കോഴിക്കോട്, പെരുവന്താനം, കൂട്ടിക്കൽ, മുണ്ടക്കയം അടക്കമുള്ള പഞ്ചായത്തുകളുടെ മലയോര മേഖലയിലാണ് വ്യാജമദ്യ നിർമ്മാണം വ്യാപകമായി നടക്കുന്നത്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ഓണം സീസണിൽ അനധികൃത മദ്യവിൽപ്പന സംഘങ്ങൾ പെരുകുന്നതായാണ് സൂചന. കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ കൂട്ടിക്കൽ, പെരുവന്താനം, കോഴിക്കോട് പഞ്ചായത്തുകളിൽ നിന്നായി 3 വലിയ കേസുകളാണ് പിടികൂടിയത്. കൂട്ടിക്കൽ, പെരുവന്താനം പഞ്ചായത്തുകളിൽ നിന്ന് ചാരായം നിർമ്മിക്കുന്നതിനുള്ള കോടയാണ് എക്സൈസും പോലീസ് സംഘങ്ങൾ പിടികൂടി നശിപ്പിച്ചതെങ്കിൽ കോഴിത്തോട്ടിൽ നിന്ന് കണ്ടെത്തിയത് കുപ്പിയിൽ നിറച്ച വ്യാജ മദ്യമാണ്. ഇത്തരം വ്യാജമദ്യം എവിടെ നിന്ന് ലഭിച്ചുവെന്ന സംശയവും നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് എരുമേലി എലിവാലിക്കരയിൽ വ്യാജമദ്യ നിർമ്മാണ കേന്ദ്രം കണ്ടെത്തിയിരുന്നു. പ്രമുഖ ബ്രാൻഡിലുള്ള മദ്യം വലിയ തോതിലാണ് ഇവിടെ അന്ന് ഉൽപ്പാദിപ്പിച്ച് വിറ്റഴിച്ചു പോന്നിരുന്നത്. ഇതിന് സമാനമായ രീതിയിൽ വലിയ വ്യാജമദ്യ നിർമ്മാണ കേന്ദ്രങ്ങൾ എവിടെയെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ എന്ന സംശയവും നാട്ടുകാർ പങ്കുവയ്ക്കുന്നുണ്ട്. വന അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിൽ വന്യമൃഗശല്യം രൂക്ഷമായ സ്ഥലങ്ങളും കേന്ദ്രീകരിച്ചും വ്യാജമദ്യ നിർമ്മാണ സംഘങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. പെരുവന്താനം പഞ്ചായത്തിലെ TR&D എസ്റ്റേറ്റിനോട് ചേർന്ന് കിടക്കുന്ന 100 കണക്കിന് ഏക്കർ സ്ഥലം കൃഷിയൊന്നും നടത്താതെ ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. ഈ പ്രദേശത്ത് ആന അടക്കമുള്ള വന്യമൃഗങ്ങളുടെ സാന്നിധ്യവുമുണ്ട്. ഈ മേഖലയിൽ ചാരായ വാറ്റ് സംഘങ്ങൾ വർദ്ധിക്കുന്നതായും നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ ദിവസം പോലീസിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയ പരിശോധനയിൽ ചാരായം വാറ്റുന്നതിനായി സൂക്ഷിച്ചിരുന്ന കോട പിടികൂടിയിരുന്നു. പ്രളയത്തിൽ വ്യാപകമായ നാശനഷ്ടമുണ്ടായ കൂട്ടിക്കൽ പഞ്ചായത്തിന്റെ പ്ലാപ്പള്ളി അടക്കമുള്ള മലയോര മേഖലയിലും വ്യാജമദ്യ നിർമ്മാണ കേന്ദ്രം സജീവമാകുന്നതായാണ് സൂചന. പ്രളയത്തിൽ വലിയ ദുരന്തം നേരിട്ട ഈ മേഖലയിൽ നിന്നും ഒട്ടുമിക്ക ആളുകളും കുടിയിറങ്ങിയിരുന്നു. വിജനമായ ഇത്തരം സ്ഥലങ്ങൾ സാമൂഹ്യ വിരുദ്ധർ കയ്യേറുകയും വ്യാജമദ്യ നിർമ്മാണം നടക്കുന്നതുമായാണ് വ്യാപക പരാതി ഉയരുന്നത്. ഇവിടെയും കഴിഞ്ഞ ദിവസം എക്സൈസ് നടത്തിയ പരിശോധനയിൽ ചാരായം വാറ്റുന്നതിനായി സൂക്ഷിച്ചിരുന്ന കോട പിടികൂടി നശിപ്പിച്ചിരുന്നു. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.